ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഗോതമ്പ് വെച്ച് സിമ്പിളായിട്ടും ശരിക്കും ഒരു വെറൈറ്റി റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ചപ്പാത്തി, പൂരി അതൊക്കെ കഴിച്ച് മടുക്കുന്ന സമയത്ത് ഇതുപോലെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും. ഒരു കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഇത് ഈ റെസിപ്പിക്ക് മാവിന് അളവൊന്നുമില്ല, നിങ്ങൾക്ക് എത്ര വേണോ അത് എടുത്തോളൂ. ഞാൻ ഇപ്പം എടുത്ത അളവ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. ഫസ്റ്റ് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ വെള്ളം ചപ്പാത്തി മാവിന് കുഴച്ചെടുക്കണ പാകത്തിന് കുഴച്ചെടുക്കാം. ഡ്രൈ ആവാണ്ടിരിക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റ് ആയി. ഒന്നും കൂടി ഇതൊന്ന് കുഴച്ച് കൊടുക്കാം. നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. എല്ലാം ബോൾസ് ആക്കി ഇത് മാറ്റി വയ്ക്കാം. കല്ലിൽ കുറച്ച് ഗോതമ്പാവ്, മൈദ ഏതാണെങ്കിലും സ്പ്രെഡ് ചെയ്യുക. ഒരു ബോൾസ് എടുത്ത് അതുപോലെ ഇതിലൊന്ന് മുക്കാം. ചപ്പാത്തിക്ക് പരത്തണ പോലെ ഇത് ഒരുപാട് കനമല്ല, എന്നാൽ കനം കുറഞ്ഞിട്ടും വേണ്ട, അങ്ങനെ പരത്തിയെടുക്കാം. ഇത് നടുക്ക് വെച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. 2 ചായ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറം ഭാഗത്ത് നമുക്ക് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എടുത്ത് വെച്ചേക്കണ പൊടിയില്ലേ, മൈദ ഗോതമ്പ് ഏതായാലും ഒന്ന് സ്പ്രെഡ് ചെയ്യാം. നമുക്ക് ഈ ഗ്ലാസ്സിൽ നമ്മൾ മുറിച്ച് വെച്ചേക്കണ ചപ്പാത്തിയുടെ ഷീറ്റ് ഈ ഗ്ലാസ്സിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. കറക്റ്റ് വെക്കണം കേട്ടോ. നല്ലോണം പ്രസ് ചെയ്തും കൊടുക്കണം. കറക്റ്റ് സീലായി ഉണ്ടാവണേ. വെച്ചതിൻ്റെ ശേഷം ഈ സൈഡ് വരുമല്ലോ, സൈഡ് അതുപോലെ നല്ലോണം അമർത്തി കൊടുക്കുക. അടിഭാഗം ക്ലോസ് ചെയ്ത് കൊടുക്കണം. ക്ലോസ് ചെയ്യുന്ന ഭാഗമൊക്കെ കറക്റ്റ് സീൽ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരെണ്ണം റെഡിയാക്കി എടുത്തു. ഇതുപോലെ തന്നെ അടുത്ത പീസ് റെഡിയാക്കാം. രണ്ടും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ ഇട്ട് കൊടുക്കാം. മീഡിയം ഹീറ്റിലാണ് കേട്ടോ എണ്ണ ഉള്ളത്. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ ഗ്ലാസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു കയ്യിലെടുത്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഈ ചൂടുള്ള എണ്ണ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഹീറ്റിലേ ഉണ്ടാവാൻ പാടുള്ളൂ കേട്ടോ. ഓവർ ഹീറ്റായ കരിഞ്ഞു പോകും. ഒരു ഭാഗമാകുമ്പോൾ ജസ്റ്റ് ഒന്ന് തിരിക്കാം. ഇനി തിരിച്ചിട്ട് നല്ല ബ്രൗൺ കളറാക്കി എടുക്കണം കേട്ടോ. ഇത് നമുക്ക് നല്ലോണം വെന്തു എന്നറിയുമ്പോൾ മാത്രം ഇത് വെച്ച് പിടിക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തിരിക്കുമ്പോൾ ഈ പാട് വരും. വെന്ത ഭാഗം നോക്കി പിടിച്ച് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. അപ്പം നല്ല ബ്രൗൺ കളറായിട്ട് തിരിച്ച് മറിച്ചിട്ട് നമ്മൾ ചെയ്തു. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. എണ്ണയിൽ നിന്ന് മാറ്റി ഇതൊന്ന് തണുക്കണം, എന്നാലേ ഇത് ഗ്ലാസ്സിൽ നിന്ന് വിട്ടു പോരുള്ളൂ. അപ്പോഴേക്ക് നമുക്ക് ബാക്കിയുള്ളത് റെഡിയാക്കാം. 2 ഉരുളക്കിഴങ്ങ് എടുത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ചെറിയ പീസായിട്ട് ഈ ബൗളിൽ മുറിച്ചിടാം. ബൗളിലേക്ക് 1 സവാള ചെറുതായിട്ട് മുറിച്ച് ചേർക്കാം. ഒരു ചെറിയ പച്ചമുളക്, കുറച്ച് മല്ലിയില, 1 തക്കാളി. അതിൻ്റെ ഉള്ളിലത്തെ ആ കുരുവൊക്കെ കളഞ്ഞ് മുകളിലത്തെ തൊലി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. മിക്സിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പകുതി നാരങ്ങയുടെ നീര്, ഒരു നുള്ളു ചാറ്റ് മസാല ഞാൻ ചേർക്കണുള്ളൂ കേട്ടോ. എനിക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഇടാം ചാറ്റ് മസാല. കുറച്ച് വറുത്ത കപ്പലണ്ടി, കുറച്ച് പൊട്ടുകടല. ഇതൊക്കെ അളവില്ല, നിങ്ങൾക്ക് എന്തോരം വേണോ അതനുസരിച്ച് ചേർത്തോളൂ. എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യാം. പൊടികളെല്ലാം ഒരുത്താവണം കേട്ടോ, അതുപോലെ മിക്സ് ചെയ്യണം. അപ്പോൾ ഇത് റെഡിയായി. ഇത് മാറ്റി വെച്ചിട്ട് നമ്മൾ തണുക്കാനായിട്ട് വെച്ച ഗ്ലാസിൻ്റെ ഇത് നോക്കാം. അപ്പോൾ ഇത് തണുത്തുണ്ടാവും. നമുക്ക് ഇത് പുറത്തേക്ക് എടുക്കാം ഗ്ലാസ്സിൽ നിന്ന്. അതുപോലെ വോയിസിൽ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. നല്ല മഴയാണ് കേട്ടോ പുറത്ത്. തണുത്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചാൽ മതിയിട്ട്. ഇതിപ്പോൾ ഞാൻ തിരിക്കുമ്പോൾ തന്നെ അറിയാം, നമുക്ക് തിരിക്കേണ്ട പോലും ആവശ്യം വരില്ല. നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗ്ലാസ്സിൽ പൊടി ഇട്ടിട്ടുണ്ട്. പൊടി ഇടുമ്പോൾ തന്നെ ഒട്ടിപ്പിടിക്കാണ്ട് ക്ലീനായി കിട്ടും കേട്ടോ. ഇത് കണ്ടില്ലേ, തൊടുമ്പളേക്കും വരും. അപ്പം നമ്മൾ റെഡിയാക്കി വെച്ചാൽ 2 ഗ്ലാസ് ഞാൻ എടുത്തു കേട്ടോ. ഒരെണ്ണം നമുക്ക് ഈ മിക്സിലേക്ക് പൊടിച്ചിട്ട് കൊടുക്കാം. ഒന്നും കൂടി ഇതെല്ലാം മിക്സ് ചെയ്യാം. നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ മിക്സ് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരെണ്ണത്തിലേക്ക് ഇട്ടു, അടുത്തതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഗോതമ്പാവ് വെച്ചിട്ട് വെറൈറ്റി ആയിട്ടും സിമ്പിളായിട്ടും അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.